ഹായ് ക്യൂട്ടീസ്, വെൽക്കം ടു മൈ ഈറ്റ് ഷോപ്പിംഗ് വ്ലോഗ്. അങ്ങനെ പറഞ്ഞു നോമ്പും കഴിഞ്ഞ് ചെറിയ പെരുന്നാളും കഴിഞ്ഞ് വലിയ പെരുന്നാളും കഴിഞ്ഞ് ഈ പ്രാവശ്യം പെരുന്നാൾ ഡ്രസ്സൊന്നും എടുക്കണ്ടെന്നാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. കാരണം എന്റെ കസിന്റെ കല്യാണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എന്തായാലും വലിയ രീതിക്കുള്ള ഷോപ്പിംഗ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ എന്റെ ഉമ്മ പറഞ്ഞു, ചെറുപ്പം തൊട്ട് എല്ലാ പെരുന്നാൾ ഡ്രസ്സ് വാങ്ങിക്കണതല്ലേ, അപ്പൊ എന്തായാലും ഒരു ഡ്രസ്സ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാന്ന്. അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത്. കാരണം എനിക്ക് എന്ത് പരിപാടി വന്നാലും എറണാകുളത്ത് പോയി ഷോപ്പ് ചെയ്താലാണ് ഒരു സന്തോഷം കിട്ടുള്ളൂ. കറക്റ്റ് നമ്മൾ എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് ടൈം തന്നെ ഷീമാട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കി, പക്ഷെ വളരെ സിമ്പിൾ മതി എന്ന് പറഞ്ഞു പോയ ഞാൻ അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൈകളും കണ്ണുകളും പോയത് കൊമ്പത്തേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് വളരെ സിമ്പിൾ ഡ്രസ്സൊക്കെ നോക്കിയെങ്കിലും ഒന്നും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ വേറെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം നല്ല മഴയായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം പർച്ചേസ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല. ഒരു മിനിമം ഒരു 5-6 ഷോപ്പിലെങ്കിലും കയറി ഇറങ്ങിയാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങിയില്ല. ബട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എന്തായാലും മഴയാണ്ട് വേറെ ഷോപ്പിലൊന്നും പോലും നടക്കില്ല. നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ രാത്രി വീണ്ടും ഇറങ്ങി. എന്നിട്ട് കുറെ ഷോപ്പിലൊക്കെ പോയി. ഫൈനലി എനിക്ക് ഡ്രസ്സ് ഇഷ്ടമായി, അതിനങ്ങ് എടുത്തു. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ ഞാൻ എന്താ വാങ്ങിച്ചെന്നുള്ളത് പെരുന്നാളിൽ അന്ന് കാണിച്ചത്. ഇതൊരു 2 ഡേയ്സ് വ്ളോഗാണ്, ബട്ട് ഞാൻ സിംഗിൾ വ്ളോഗ് ആക്കിയാണ് ഇടുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ വീണ്ടും എറണാകുളത്ത് പോയി. എനിക്ക് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ. ഞാൻ ഓർണമെന്റ്സ് ഗുഡ്വില്ലിനാണ് വാങ്ങിക്കാറുള്ളൂ. കാരണം ഞാൻ എന്റെ ചെറുപ്പം തൊട്ട് എല്ലാ ഓർണമെന്റ്സും ഗുഡ്വില്ലിനാണ് വാങ്ങിക്കുള്ളൂ. അപ്പൊ എനിക്ക് വേറെ ഏത് ഷോപ്പിൽ പോയാലും അങ്ങോട്ട് തൃപ്തി ആവില്ല. ഞാൻ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചാൽ തന്നെ എനിക്ക് വീണ്ടും ഗുഡ്വില്ല് വരണം. കാരണം എനിക്ക് ഗുഡ്വില്ലായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. എന്റെ ഉമ്മയുടെ ചെറിയ കാലം തൊട്ട് ഗുഡ്വില്ല് വന്നിട്ടാണ് എല്ലാം പർച്ചേസ് ചെയ്യാറ്. എസ്പെഷ്യലി എന്റെ ഉമ്മയുടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻസിനൊക്കെ ഉമ്മ വാങ്ങിച്ച ഓർണമെന്റ്സ് ഒക്കെ ഗുഡ്വില്ലിനാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും ചെറുപ്പം തൊട്ട് ഇവിടെ തന്നെ വന്ന് ശീലിച്ചുകൊണ്ട് എനിക്കെന്തോ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് എനിക്ക് ഇവിടെ വരുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആകെ ടയർഡായി. അങ്ങനെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.